മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അടിവരയിട്ട് കാണിക്കത്തക്ക വിധം മനസ്സിലാക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിന്താഗതി, മനസ്സിലുള്ള ആ ഒരു ആവലാതി എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ സമുദായം പട്ടിണിയിലൂടെയാണ് ജീവിച്ചു പോകുന്നതെങ്കിൽ അവരുടെ കാര്യത്തിൽ എനിക്കൊരു സമാധാനമുണ്ട്. മറിച്ച് പണത്തിന്റെ കോടികളുടെ മുഴുവനെയും അവരിങ്ങനെ അർമ്മതിക്കുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വല്ലാത്ത ഭയമാണെന്ന് അഷ്റഫുൽ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ന് സുഡാനിൽ നടക്കുന്ന കൂട്ടക്കുരുതി സഹായിക്കുന്ന മുഖ്യ രാജ്യത്തിൽ ഒരു രാജ്യം UAE ആണ്. RSF എന്ന് പറയുന്ന സുഡാനിൽ തന്നെയുള്ള റാപ്പിഡ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന സുഡാനികളെ തന്നെ കൊണ്ടെടുക്കാൻ അവിടെ നിയമിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു സഖ്യത്തിന് വേണ്ടി ആയുധങ്ങൾ വാങ്ങാൻ, ആയുധങ്ങൾ സമ്മാനിക്കാൻ ഇസ്രായേലുകളെ പോലെയുള്ള രാജ്യങ്ങൾ തയ്യാറാകുമ്പോൾ ആ രാജ്യത്തിന് അതിനു വേണ്ടിയുള്ള പണം കൊടുക്കുന്നത്, അതിനുവേണ്ടി ആ ഒരു പണം കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് UAE പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളാണ്. അതിന്റെ പുറകെയായിക്കൊണ്ടത് പടിപടിയായി സൗദി അറേബ്യ കയറി വരുന്നു. ഇതൊക്കെ ഇത്ര വേദനാജനകമായ വിഷയങ്ങളാണ്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിങ്ങളായ സഹോദരന്മാർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിരിക്കുന്ന സമയത്ത് പഠിപ്പിച്ചു തന്നു, ഇന്നഹാ സതകൂന ബഅദി അഖറജൽ ബഅൂറൻ തുൻകിഊനഹാ, എന്റെ കാലശേഷം നിങ്ങൾക്ക് അനീതികൾ മാത്രമേ കാണാൻ കഴിയൂ. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളായിരിക്കും, അനീതികളായിരിക്കും. സഹാബത്ത് ചോദിച്ചു, ഫമാദാ തഅമുറുനാ യാ റസൂലുള്ളാഹ്, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്തെങ്ങാനും അങ്ങനെ പ്രത്യക്ഷപ്പെട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യണം നബി? അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, തുവദ്ദുൽ ഹഖ്ഖല്ലദി അലൈക്കും വതസ്അലുന അല്ലാഹല്ലദി ലക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ റബ്ബിനോട് ചോദിക്കുക, നിങ്ങളുടെ മേൽ ബാധ്യതയാക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ മുസ്ലിമായ സഹോദരനെ വേദനിക്കുമ്പോൾ അവന് വേണ്ടി ശബ്ദമുയർത്തൽ മറ്റൊരു മുസ്ലിമായ മനുഷ്യന്റെ ബാധ്യതയാണ്. ഒരു മുസ്ലിം തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്തൽ മറ്റൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതിലൊന്നും ഇന്നത്തെ അറബ് രാജ്യങ്ങൾക്ക് ഭംഗി, അവർ ഏറ്റവും കൂടുതൽ ഭംഗിയായി കാണുന്നത് അവരുടെ കൂടെ നിൽക്കുന്ന മറ്റു രാജ്യങ്ങളെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. സുഡാൻ അതിനെപ്പറ്റി പരാതി കൊടുത്തപ്പോൾ UAE കോർട്ടിൽ